Okay, good afternoon, all of you. All of you mark your attendance. ഇപ്പൊ നമുക്ക് ഇന്ന് 8ാമത്തെ ലെസൺ അല്ലേ? എന്താണ് പേര്? 8th ലെസന്റെ പേരെന്താ? ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കം അല്ലേ? ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കം. അപ്പൊ ഇന്ന് ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? ആരാ ഈ ഉണ്ണിയാർച്ച? കേട്ടിട്ടുണ്ടോ? ആരാണ്? ഉണ്ണിയാർച്ചയെ പറ്റി കേട്ടിട്ടുണ്ടോ? വടക്കൻ പാട്ടുകൾ കേട്ടിട്ടുണ്ടോ? എന്താണ് വടക്കൻ പാട്ടുകള്? വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരാരാധനാപരമായ നാടോടി പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ അല്ലേ? ഞാൻ കേട്ടിട്ടേ ഇല്ല അങ്ങനത്തെ ഒന്നും പാട്ടുകള് ഇല്ലേ? അപ്പൊ വടക്കൻ പാട്ടുകൾ എന്താന്ന്? വടക്കൻ കേരളത്തിൽ ഉടലെടുത്തതാണ് അല്ലേ? വീരാരാധനാപരമായ നാടോടി പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. അപ്പൊ ഉണ്ണിയാർച്ചയൊക്കെ ആരാ? നമ്മൾ ആരാധിക്കുന്ന ആളാണ് അല്ലേ വടക്കൻ പാട്ടുകളില്. ഉണ്ണിയാർച്ച എങ്ങനെയുള്ള ആളായിരുന്നു? ഒന്നറിയേയില്ലേ? ഈ പാട്ട് നമുക്കൊന്ന് നോക്കാം അല്ലേ? ഒന്ന് കേട്ടി നോക്കിയ. മലയാള ഭാഷയുടെ സാംസ്കാരിക ചരിത്രത്തിൽ വടക്കൻ പാട്ടുകൾക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. തലമുറകളായി പാടി വന്നവയാണ് ഈ പാട്ടുകൾ. അത്തരമൊരു അണിഞ്ഞൊരുങ്ങൽ പാട്ടിന്റെ സംഗീതാനുഭവം DC ബുക്സ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. ചന്ദനക്കല്ലിൻ്റെ അരികെ ചെന്നു ചന്ദനമുരസിക്കുറി വരച്ചു, കണ്ണാടി നോക്കി തിലകം തൊട്ടു, പീലിത്തിരുമുടി കെട്ടിവെച്ചു, അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി, കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി, കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്, മെയ്യാഭരണ പെട്ടി തുറന്നു വച്ചു. 7 കടലോടി വന്ന പട്ട്, പച്ചോല പട്ട് ചുളിയും തീർത്തു, പൂക്കുല ഞുറിവച്ചുടുക്കുന്നുണ്ട്, പൊൻതോടയിട്ടു ചമയുന്നുണ്ട്, കോട്ടമ്പടി വച്ച പൊന്നരഞ്ഞാൻ മീതേ അഴകിന്നു പൂട്ടുന്നുണ്ട്, 7 ചുറ്റുമുള്ള പൊന്മാലയും മുത്തു പതിച്ചുള്ള മാലയല്ലോ, കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞ് രാമായണം കൊത്തിവച്ചവളാ, എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്, പൊന്മുടി തന്നെയും കെട്ടുന്നുണ്ട്. ഈ സംഗീതാനുഭവം നിങ്ങൾക്ക് ഭാഷയുടെ സാംസ്കാരിക ചരിത്രത്തിൽ വടക്കൻ പാട്ടുകൾക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട് കേട്ടോ. എന്താ മനസ്സിലായത്? വടക്കൻ പാട്ടുകൾക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലായി. അതിൽ നിറഞ്ഞു എന്നൊരു കഥാപാത്രമാണ് ആര്? ഉണ്ണിയാർച്ച
അല്ലേ? ഇതേ വരികളാണ് നമ്മളിപ്പോ കേട്ടത്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും? ഒന്നുകൂടി വേണം കേൾക്കാം നമുക്ക്. മിസ്, ഇതില് പൊന്മുടി തന്നെയും ചൂടുന്നുണ്ടെന്ന് പറഞ്ഞതില് അവര് പാടിയേക്കുന്നത് കെട്ടുന്നുണ്ട് എന്നാ. അതെ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം വേറെ. ഇപ്പൊ വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരാരാധനാപരമായ വടക്കൻ പാട്ടുകളാണ്, നാടൻ പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ എന്ന് പറഞ്ഞു അല്ല. അതില് പ്രധാനിയായിരുന്നു ആര്? ഉണ്ണിയാർച്ച, തച്ചോളിയോധനൻ അല്ലേ? അങ്ങനെ ഒരുപാടുണ്ട്. പുത്തൂരം, തച്ചോളി തുടങ്ങിയ തറവാടുകളിലെ അഭ്യാസികൾ കേട്ടോ. അതാണ് തച്ചോളിയോധനന്റെ ഒരു പാട്ട് നമ്മൾ കേട്ടത്. ഏതോ ഒന്ന് തുറന്നിട്ടുണ്ടല്ലേ മക്കളെ? മിസ് എന്താ പറഞ്ഞേ? എന്താണ് ഇപ്പൊ വടക്കൻ കുറിച്ച് നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. ഓക്കെ ഹന്ന. അപ്പൊ അതില് പ്രധാനിയായ ഒരാളാണ് ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞു അല്ലെ. ഉണ്ണിയാർച്ചയുടെ ഇപ്പൊ വടക്കൻ പാട്ടുകളിൽ നിറഞ്ഞു നിന്ന ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ. അതിന്റെ കുറച്ച് വരികൾ നമ്മൾ ഇതേ വരികൾ തന്നെ കേട്ടു. ആദ്യം നമ്മൾ കേട്ട ഒരു സോങ് അതായിരുന്നില്ലേ? ഓക്കെ, ഇതില് എന്തൊക്കെയാ അവര് അണിഞ്ഞൊരുക്കത്തെ കുറിച്ചാണ് പറയുന്നത്. ചന്ദനക്കല്ലിൻ്റരികെ ചെന്നു ചന്ദനമുരസിക്കുറി വരച്ചു, കണ്ണാടി നോക്കി തിലകം തൊട്ടു, പീലിത്തിരുമൂടി കെട്ടിവച്ചു, അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി, കുങ്കുമം കൊണ്ടവൾ പുട്ടുകൂത്തി, കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ടേ, മെയ്യാഭരണപ്പെട്ടി തുറന്നു വച്ചു, ഏഴു കടലോടി വന്ന പട്ട്, പച്ചോലപ്പട്ട് ചുളിയും തീർത്തു, പൂക്കുലഞ്ഞൂറി വച്ചുടുക്കുന്നുണ്ട്, പൊന്തോടയിട്ട് ചമയുന്നുണ്ട്, കൊട്ടമ്പടി വച്ച പൊന്നരഞ്ഞാൻ മീതയഴകിന്നു പൂട്ടുന്നുണ്ട്, ഏഴു ചുറ്റുള്ളൊരു പൊന്മാലയും മുത്തു പതിച്ചുള്ള മാലയല്ലോ, കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞു, രാമായണം കൊത്തിവച്ചവളാം, എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്, പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട്, കൈവിരൽ കാറിനും പൊന്മോതിരം ചേർച്ചയോടങ്ങ് അണിയുന്നുണ്ട്. അപ്പൊ എന്താ അതിൽ പറയുന്നത്? ഓക്കെ, സൂപ്പർ ആണല്ലേ? റിഹാന്. ഓക്കെ, അപ്പോ ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. എന്തൊക്കെയാണ് ഉണ്ണിയാർച്ച എന്തൊക്കെയാണ് ഒരുങ്ങാൻ വേണ്ടി ചെയ്തത് ഒക്കെ പറയുന്നത് അല്ലേ. അപ്പോ വടക്കൻ പാട്ടുകളിൽ നിറഞ്ഞു എന്ന ഒരു കഥാപാത്രമാണ് ഉണ്ണിയാർച്ച അല്ലേ. ഉണ്ണിയാർച്ച നല്ല ഒരുങ്ങുന്ന ഓരോ വരികളിലും അത് തന്നെയാണ് പറയുന്നത്. എന്താണ്? ചന്ദനക്കല്ലിന്റെ അരികെ ചെന്നു ചന്ദന മുരസിക്കുറി വരച്ചു. ചന്ദന അറിയോ? ചന്ദന അറിയോ മക്കളെ? ചന്ദനം തൊടാറുണ്ട് അല്ലേ? നിങ്ങൾ തൊടാറില്ല, ചിലവര് തൊടാറുണ്ട്. അപ്പൊ ചന്ദന അറിയാലേ? അപ്പൊ ചന്ദന മുരസി കുറി വരച്ചു. ആദ്യം ചന്ദനക്കല്ലിന്റെ അരികെ ചെന്നിട്ട് ചന്ദന മുരസിയിട്ട് കുറി വരച്ചു. പിന്നെ എന്താ പറഞ്ഞേ? കണ്ണാടി നോക്കി തിലകം തൊട്ടു. കണ്ണാടി നോക്കി തിലകം. തിലകം എന്താ? പൊട്ട് അല്ലേ? പൊട്ട് തൊട്ടു. നെക്സ്റ്റ്
പീലിത്തിരുമുടി കെട്ടിവെച്ചു. മുടി കെട്ടിവെച്ചു. ഒരുക്കെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അല്ലേ. ആദ്യം കണ്ണാടി എടുത്തു, കുറി വരച്ചു. അങ്ങനെ തന്നെ ജോസി. കണ്ണാടിയൊക്കെ നോക്കി മുടിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് അല്ലേ. പിന്നെയോ അഞ്ജനം. അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി. എന്താണ് അഞ്ജനം? ആവണി, അത് തന്നെ, കൺമഷി അല്ലേ. അഞ്ജനം കണ്ണിലെഴുതുന്ന മഷി. കണ്ണിലെഴുതുന്ന മഷി കണ്ടിട്ടുണ്ടോ? എന്താ കളറ് റിവൈസേ കൺമഷിക്ക്? റിവൈസ് അഞ്ജനം എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അല്ലേ. എന്താ കളർ അഞ്ജനത്തിന്? അഞ്ജനം എന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിട്ട് എന്ന് പറഞ്ഞു. കറുത്ത കളറാണ്. കറുത്ത കളറാണ് അല്ലേ. ആരോ പണ്ട് പറഞ്ഞു അഞ്ജനം എന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിട്ട്. അപ്പൊ മഞ്ഞളിന്റെ അറിയില്ല, വെളുപ്പും അറിയില്ല, അഞ്ജനും അറിയില്ല അല്ലെ. അതേപോലെ അല്ല, അഞ്ജനം കറുത്ത കളറാണ്, കണ്ണിലെഴുതുന്ന മഷി അല്ലേ. കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി, കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്. അടുത്തെന്താ പറഞ്ഞേ? കസ്തൂരി. ഇവിടെ പീലിത്തിരുമുടിക്കെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ട്, വിശദീകരിക്കേണ്ട വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്ത്? മയിൽപീലി പോലെ മിനുസമാർന്നതും മനോഹരവുമായ മുടിയായിരുന്നു അല്ലെ. മുടിയാണ് എന്ത്? പീലിത്തിരുമുടി. കളഭം എന്ത്? അകിൽ, ചന്ദനം, മാഞ്ചി, കുങ്കുമം, കൊട്ടം, ഇരുവേലി, ഗുൽഗുലു, രാമച്ചം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന കൂട്ടാണ് എന്ത്? കളഭം അല്ലേ. എന്തൊക്കെയാന്ന് നോക്കിയേ? അകിൽ, ചന്ദനം, മാഞ്ചി, കുങ്കുമം, കൊട്ടം, ഇരുവേലി, ഗുൽഗുലു, രാമച്ചം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന കൂട്ട്. ഇതാണ് എന്ത്? കളഭം അല്ലേ. കളഭം ചാർത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി, കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കളഭത്തിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞു തന്നത്. ഇപ്പൊ മെയ്യാഭരണപ്പെട്ടി തുറന്നു വച്ചു, 7 കടലോടി വന്ന പട്ട്. എന്താണ് ഈ 7 കടലോടി വന്ന പട്ട്? 7 കടലുകൾക്ക് അപ്പുറത്തു നിന്നും കൊണ്ടുവന്ന അപൂർവവും അമൂല്യവുമായ വസ്തുവാണ് എന്ത്? 7 കടലോടി വന്ന പട്ട്. 7 കടലുകൾക്കും അപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന അപൂർവവും, അപൂർവം എന്ന് പറഞ്ഞാല് കിട്ടാത്തത് അല്ലേ. പിന്നെയോ അമൂല്യം, വിലമതിക്കാനാവാത്ത, അത്രയും നല്ല വിലയുള്ളത് അല്ലേ. അമൂല്യവുമായ പട്ട് വസ്ത്രത്തിനെയാണ് എന്ത് പറയുന്നത്? 7 കടലോടി വന്ന പട്ട്. അപ്പൊ അതൊക്കെയാണ് ധരിക്കുന്നത് അല്ലേ. 7 കടലോടി വന്ന പട്ട്. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? പച്ചോലപ്പട്ട് ചുളിയും തീർത്ത് പൂക്കുല ഞെറിവച്ചുടുക്കുന്നുണ്ട്, കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൻ. എന്താണ് കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൻ? പ്രത്യേക രീതിയിൽ പണിതുണ്ടാക്കുന്ന സ്വർണ്ണ അരഞ്ഞാണം അല്ലെ. അരഞ്ഞാണത്തിനാണ് പറയുന്നത് കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൻ. പിന്നെയോ മീതെ അഴകിന് പൂട്ടുന്നുണ്ട്, 7 ചുറ്റുള്ളൊരു പൊന്മാലയും. 7 ചുറ്റുള്ള പൊന്മാലയും ധരിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ മുത്തു പതിച്ചുള്ള മാലയല്ലോ. കഴുത്തിലും കാതിലും ഒക്കെ എങ്ങനെയാ? മുത്ത് പതിച്ചിട്ടുള്ള ആഭരണങ്ങളാണ് ധരിച്ചത്. പിന്നെയോ രാമായണം കൊത്തിവെച്ച വള. എന്താണ് രാമായണം കൊത്തിവെച്ച വള? രാമായണ കഥാസംബന്ധമായ ചിത്രങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട് വളയിൽ അല്ലേ. അതാണ് ധരിച്ചിട്ടുള്ളത് വളകള്. പിന്നെയോ ഇത് തന്നെയാണ് ഇതിൽ പറയുന്നേ. ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൾക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാം എടുത്തങ്ങ് അണിയുന്നുണ്ട്, പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട്. പിന്നെ കൈവിരൽ കാറിനും. കൈവിരലിൽ 6 വിരലുണ്ടോ? ഇതങ്ങനെയാണ് 6 വിരലിന്. ഇപ്പൊ ഈ ഇതെല്ലാം കൂടെ കൂടിയിട്ടായിരിക്കും അല്ലെ. 5 ഈ 1 കൂടെ. കൈവിരൽക്ക് 5 വേണ്ടേ അല്ലേ. കൈവിരൽ കാറിനും പൊന്മോതിരം എന്നാണ് കാണുന്നേ. ചേർച്ചയോടങ്ങ് അണിയുന്നുണ്ട്. ഇത്രയാണ് വരികൾ പറയുന്നത്. എന്തൊക്കെയാ ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കത്തില് എന്തൊക്കെയാ ആദ്യം പറഞ്ഞ? ചന്ദനക്കല്ലിന്റെ അരികെ ചെന്നു, ചന്ദന മുരസി കുറി വരച്ചു. പിന്നെ കണ്ണാടി നോക്കി തിലകം തൊട്ടു. തിലകം എന്ത്? പൊട്ട്. തിലകം പൊട്ട്. പീലിത്തിരുമുടി കെട്ടിവെച്ചു. മുടി. മുടി എന്ന് പറഞ്ഞാൽ എന്താ? പൊന്മുടി, പൊന്നിൻ കിരീടം. മുടി എന്ന് പറഞ്ഞാ കിരീടം. കിരീടം ഉണ്ട് ഒരർത്ഥം. നെക്സ്റ്റ് ഇവിടെ എന്താ പറഞ്ഞേ? മുടി, നമ്മുടെ മുടി അല്ലേ, തലമുടി. അപ്പൊ മുടിക്ക് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്
കിരീടം, 2 തലമുടി എന്ന അർത്ഥത്തിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ മുടി തന്നെ, ഉണ്ണിയാർച്ചയുടെ മുടി തന്നെയാ പറഞ്ഞത്. പിന്നെ കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്. കസ്തൂരി എന്താ? കസ്തൂരി മാനിനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? പ്രത്യേകതരം മാനിൽ എടുക്കുന്ന സുഗന്ധദ്രവ്യത്തിനാണ് കസ്തൂരി എന്ന് പറയുന്നത് അല്ലെ. കസ്തൂരി മാനിൽ എടുക്കുന്നത് തന്നെ ആയിരിക്കും അല്ലെ. പ്രത്യേകതരം മാനിൽ നിന്ന് എടുക്കുന്ന സുഗന്ധ വസ്തുവാണ് കസ്തൂരി അല്ലെ. കസ്തൂരി കളഭം എന്താ പറഞ്ഞ നമ്മള്? അകില്, ചന്ദനം, മാഞ്ചി, കുങ്കുമം, കൊട്ടം, ഇരുവേലി, ഗുൽഗുലു, രാമച്ചി എന്നീ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന കൂട്ട്, അതാണ് കളഭം. മെയ്യാഭരണപ്പെട്ടി തുറന്നു വച്ചു 7 കടലോടി വന്ന പട്ട്. 7 കടലുകൾക്ക് അപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന എന്ത് അപൂർവവും അമൂല്യവുമായ പട്ട് വസ്ത്രാണ് 7 കടലോടി വന്ന പട്ട്. പച്ചോലപ്പട്ട് ചുളിയും തീർത്ത് പൂക്കുലാഞ്ഞൊറിവച്ചുടുക്കുന്നുണ്ട്. പിന്നെ പൊൻതോടയിട്ട്, തോട എന്താണ് അർത്ഥം മക്കളെ? കാതിലണിയുന്ന ആഭരണം. കാതിലണിയുന്ന അല്ലെ, കാതിലണിയുന്ന ആഭരണം. ഓക്കെ. പൊൻതോടയിട്ട് ചമയുന്നുണ്ട്. കൊട്ടമ്പടി വച്ച പൊന്നരഞ്ഞാൻ മീതെ അഴകിന് പൂട്ടുന്നുണ്ട്. 7 ചുറ്റുള്ളൊരു പൊന്മാലയും മുത്തു പതിച്ചുള്ള മാലയല്ലോ. എന്താ റുവൈസേ? എന്തേ അതില്? കൊട്ടമ്പടി ഇവിടെ പറഞ്ഞില്ലേ ഇതല്ലേ കൊട്ടമ്പടി, പ്രത്യേക രീതി പണിതുണ്ടാക്കുന്ന സ്വർണ്ണ അരഞ്ഞാണം ആണ് കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൻ. അതായത് പ്രത്യേക രീതിയിൽ പണിതുണ്ടാക്കുന്ന അരഞ്ഞാണ്. അരഞ്ഞാൻ അറിയില്ലേ? കുട്ടികളൊക്കെ അരിയിൽ ധരിക്കുന്ന സാധനം അരഞ്ഞാണം, പൊന്നരഞ്ഞാൻ. പിന്നെ 7 ചുറ്റുള്ളൊരു പൊന്മാലയും മുത്തു പതിച്ചുള്ള മാലയല്ലോ. കഴുത്തിലും തന്നെയും മെയ്യാഭരണം എന്ന് പറഞ്ഞാൽ അറിയില്ലേ മക്കളെ? മെയ്യാഭരണം ശരീരത്തിൽ, മെയ്യ് പറഞ്ഞ ശരീരം അല്ലെ. മെയ്യിൽ ധരിക്കുന്ന ആഭരണം മെയ്യാഭരണം, ശരീരത്തിൽ അണിയുന്ന ആഭരണം. പിന്നെ എന്താ പറഞ്ഞേ? രാമായണം കൊത്തിവച്ച വള എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്. പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട്. കൈവിരൽ കാറെന്നാ ഉള്ളത് കേട്ടോ. ഇതില് വരി തെറ്റിയാതൊന്നും അറിയില്ല. നമ്മുടെ കയ്യിൽ ഒരു കയ്യിൽ എത്ര വിരലുണ്ടാവും? 5 വിരലാണ് അല്ലേ. ഇതില് എല്ലാ വിരലിനും മോതിരം ഇട്ടു എന്നുള്ള അർത്ഥത്തിലായിരിക്കാം. കൈവിരൽ കാറിനും പൊന്മോതിരം ചേർച്ചയോടങ്ങ് അണിയുന്നുണ്ട്. അത്രേ ഉള്ളൂ വരികള്. അപ്പൊ വടക്കം പാട്ടുകൾ എന്താണെന്നാണ് അല്ലേ. വടക്കം പാട്ടുകളിലെ കുറെ വീരന്മാരെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെട്ടത്. ഇപ്പൊ അതില് കണ്ടിട്ടുണ്ടോ? തച്ചോളിയോധനൊക്കെ അല്ലേ, ഉണ്ണിയാർച്ച ഒക്കെ അമ്മ പറഞ്ഞു. വടക്കേ മലബാറിലെ കടത്തനാട്, കോലത്തുനാട്, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ കളരി അഭ്യാസങ്ങൾക്ക് പേരുകേട്ട പുത്തൂരം, തച്ചോളി തുടങ്ങിയ തറവാടുകളിലെ അഭ്യാസികളുടെ ജീവചരിത്രം അല്ലേ. അപ്പോ അതിൽ പ്രധാനിയാണ് ആര്? ഉണ്ണിയാർച്ചയും അല്ലേ. പുത്തൂരം വീടും തച്ചോളി വീട്, അങ്ങനെ 2 തറവാടുകൾ ഉണ്ടായിരുന്നു അല്ലെ. അവരുടെ ജീവചരിത്രവും അവരെ പ്രകീർത്തിക്കലുമാണ് വടക്കം പാട്ടുകളിലെ സാരം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ വടക്കം പാട്ടില് അവരെ പ്രകീർത്തിക്കുന്ന പാട്ടാണ് നമ്മൾ 2 എണ്ണം കേട്ടോ. ഒന്ന് ഉണ്ണിയാർച്ചയുടെയും ഒന്ന് തച്ചോളിയോധനന്റെയും പാട്ടുകളാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അതിൽ നമ്മൾ പഠിച്ചത് ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കത്തില് ഈ ചന്ദനക്കല്ലിന്റെ അരികെ ചെന്ന എന്നുള്ള പാട്ട് അല്ലേ. ഒന്നുകൂടി നമുക്കത് രീതിയിലൊന്നും പാടാൻ അറിയില്ല മിസ്സിനെ, ഇതിങ്ങനെ ഒന്നുകൂടി വായിക്കാൻ കിട്ടുന്ന പറഞ്ഞുതരാം കേട്ടോ. ചന്ദനക്കല്ലിന്റെ അരികെ ചെന്നു ചന്ദനമുരസി കുറി വരച്ചു, കണ്ണാടി നോക്കി തിലകം തൊട്ടു, തിലകം പൊട്ട് എന്നർത്ഥം. തിരുമുടി ഇതിപ്പോ ഇവിടെ പീലിത്തിരുമുടി പറഞ്ഞ ഉണ്ണിയാച്ചിയുടെ മുടി അല്ലേ. ഇവിടെ എന്താ പറയുന്നത്? മുടി എന്നുള്ളതിന് 2 അർത്ഥം വരുന്നുണ്ട്. ഒന്ന് കൊടുമുടി, ഒന്നും കൂടെ 3 എണ്ണം ഉണ്ട്. കൊടുമുടി കേട്ടിട്ടില്ലേ? എവറസ്റ്റ് കൊടുമുടിയൊക്കെ. പിന്നെ മുടി, തലമുടി. നെക്സ്റ്റ് മൂന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? കിരീടം അല്ലേ, കിരീടം. അപ്പൊ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്.
അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി അഞ്ജനം കൺമഷി. കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി. കസ്തൂരി നമ്മൾ പറഞ്ഞു ഒരു പ്രത്യേകതരം എടുത്ത സുഗന്ധദ്രവ്യമാണ് കസ്തൂരി അല്ലെ. കളഭം ഒരുപാട് കാര്യത്തിൽ ചേർത്തുണ്ടാക്കുന്ന കൂട്ടാണെന്ന് പറഞ്ഞു അല്ലെ കളഭം. മെയ്യാഭരണപ്പെട്ടി, മെയ്യാഭരണം ശരീരത്തിൽ അണിയുന്ന ആഭരണം, അതൊക്കെ തുറന്നു വച്ചു. 7 കടലോടി വന്ന പട്ട്, 7 കടലിനും അപ്പുറത്തു നിന്നും കൊണ്ടുവന്നത് ആണെന്ന് പറഞ്ഞു അല്ലെ. അപൂർവവും അമൂല്യവുമായ വസ്ത്രത്തിനാണ് പറയുന്നത് പറഞ്ഞു. പച്ചോലപ്പട്ട് ചുളിയും തീർത്ത് പൂക്കുല ഞൊറിവച്ചുടുക്കുന്നുണ്ട്. പൊൻതോടയിട്ട് ചമയുന്നുണ്ട്. കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൻ മീതെ അഴകിന്നു പൂട്ടുന്നുണ്ട്. 7 ചുറ്റുള്ളൊരു പൊന്മാലയും, 7 ചുറ്റുണ്ട് മാലക്കല്ലേ, 7 ചുറ്റുള്ളൊരു പൊന്മാലയും മുത്തു പതിച്ചുള്ള മാലയല്ലോ. കഴുത്തിൽ അത് മുത്തു പതിച്ചിട്ടുണ്ട് അല്ലെ. കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞു. രാമായണം കൊത്തിവച്ച വള എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്. പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട്. കൈവിരൽ കാറിനും പൊന്മോതിരം ചേർച്ചയോടങ്ങ് അണിയുന്നുണ്ട്. ഇത്രയാണ് വരികള്. കൈവിരൽ കാറിനും തന്നെയല്ലേ മക്കളെ നിങ്ങളിതിലും ടെക്സ്റ്റ് ബുക്കിലുള്ളത്? ഓക്കെ. അപ്പൊ വടക്കം പാട്ടിൽ നിന്ന് ഇല്ല ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ വടക്കം പാട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിനോ? എന്താണ് വടക്കം പാട്ടുകളിൽ കുറച്ച് പാട്ടുകളൊക്കെ കേട്ടു നോക്കുക കേട്ടോ ഇതിലടിച്ചിട്ട്. അപ്പൊ കുറെ വീരാരാധനാപരമായ നാടോടി പാട്ടുകളാണെന്ന് മിസ് പറഞ്ഞു. അപ്പൊ ആരൊക്കെയാണ് ഈ വീരനായകന്മാര് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. തച്ചോളിയോദയനന്റെ പാട്ടുകളും ഒക്കെ കേൾക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് വായിച്ചേ എഡ്വിൻ, ഭാഗം ഒന്ന് വായിച്ചേ. അപ്പൊ ഇനി അതിൽ നിങ്ങൾക്ക് അർത്ഥം ഒന്നും മനസ്സിലാവാത്തില്ലല്ലോ. എഡ്വിൻ വായിച്ച മോനെ. മനസ്സിലായി. ഓക്കെ, എഡ്വിൻ വായിച്ചു. എഡ്വിൻ. ഓ, എവിടെയായിരുന്നു മുഹമ്മദേ? ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ. അതെയാ. എഡ്വിൻ ഒന്ന് വായിക്ക. എഡ്വിൻ. ഉണ്ണിയാർച്ചയുടെ മുടി. മിസ്സേ 2D വായിക്കാൻ അറിയില്ല കേട്ടോ. മോനെ അറിയുന്ന പോലെ വായിച്ചാ മതി. ചന്ദനക്കല്ലിന്റെ അരികെ ചെന്നു ചന്ദനമുരസി കുറി വരച്ചു. കണ്ണാടി നോക്കി തിലകം തൊട്ടു. പിലിതിരിമുടി കെട്ടിവച്ചു. അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി. കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി. കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്. മെയ് ഭരണപ്പെട്ടി തുറന്നു വച്ചു. 7 കടലോടി വന്ന പട്ട് പച്ച നിറമുള്ള പട്ട്. ചോലപ്പട്ട് ചുളിയും തീർത്തു. പൂങ്കുല ആറി വച്ചുടുക്കുന്നുണ്ട്. പൊൻതോടിയിട്ട് പൊൻതോട, പൊന്നിന്റെ തോട, കാതിലഴിയുന്ന ആഭരണമാണ് തോട. പൊൻതോട കമ്മൽ അർത്ഥം. ചമയുന്നുണ്ട്. കൊട്ടമ്പടി വച്ച പൊന്നരഞ്ഞാൻ മീതെ പൂശുന്നുണ്ട്. അതിന്റെ മീതെ അഴകിന് പൂശുന്നുണ്ട്, പൂട്ടുന്നുണ്ട്. 7 ചുറ്റുള്ളൊരു പൊന്മലയും മുത്തു പതിച്ചുള്ള മാലയല്ലോ. കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞു. രാമായണം കൊത്തിവച്ച വള എല്ലാമെടുത്തങ്ങണിയുന്നുണ്ട്. പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട്.
കൈവിരൽ കാറിനും പൊന്മോതിരം ചേർച്ചയോടങ്ങ് അണിയുന്നുണ്ട്. ഓക്കെ, അടുത്ത മുഹമ്മദ് വായിച്ചേ. മുഹമ്മദിനെ ഞാൻ കണ്ടില്ലാന്ന് തോന്നി ക്ലാസ്സിൽ. പാഠം 8 ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കം. ചന്ദനക്കല്ലിന്റെ അരികെ ചെന്ന് ചന്ദന മുരസിക്കുറി വരച്ചു. കണ്ണാടി നോക്കി തിലകം തൊട്ടു. പീലിത്തിരിമുടി കെട്ടിവെച്ചു. അഞ്ചരം കൊണ്ടവൾ കണ്ണെഴുതി. കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി. കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്. മേഭാരണപ്പൊടി തുറന്നു വെച്ചു. ഏഴു കടലോടെ വന്ന പാട്ട്. പച്ചോല പാട്ടും തീർത്ത് പൂക്കുല നോറി വെച്ചെടുക്കുന്നുണ്ട്. പൊൻതോടിയായിട്ട് ചമയുന്നുണ്ട്. കൊട്ടമ്പാടി വെച്ച പൊന്നരണ്ണാൻ മീതെയഴകുന്ന പൂട്ടുന്നുണ്ട്. ഏഴ് ചുറ്റലോരു പൊന്മാലയും മുത്തു പതിച്ചുള്ള മാലയല്ലേ കഴുത്തിലും തന്നെയും ചാർത്തണിഞ്ഞു. രാമായണം കൊത്തിവെച്ച വള എല്ലാം അണിയുന്നുണ്ട്. അണിയുക, ധരിക്കുക. പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട്. കൈ വിരൽക്കാരനും പൊന്മോതിരം ചർച്ചയടങ്ങ് അണിയുന്നുണ്ട്. വടക്കൻ പാട്ട്. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഹന്ന. പാഠം 8 ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കം. ചന്ദനക്കല്ലിന്റെ അഴകെ ചെന്നു. ചന്ദന മുരസിക്കുറി വരച്ചു. കണ്ണാടി നോക്കി തിലകം തൊട്ടു. പീലിത്തിരുമുടി കെട്ടിവെച്ചു. അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി. കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി. കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്. മെയ്യാഭരണപ്പെട്ടി തുറന്നു വെച്ചു. ഏഴു കടലോടി വന്ന പട്ട്. പച്ചോല പട്ടു ചുളിയും തീർത്തു. പൂക്കുല ഞൊറിച്ചു വെച്ചെടുക്കുന്നുണ്ട്. പൊൻതോടയിട്ടു ചമയുന്നുണ്ട്. കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൻ മീതയഴകുന്നു കൂട്ടുന്നുണ്ട്. ഏഴു ചുറ്റിലോറു പൊന്മാലയും മുത്തു പതിച്ചുള്ള മാലയല്ലോ കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞു. രാമായണം കൊത്തിവെച്ച വള എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്. പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട്. കൈവിരൽക്കാരനും പൊന്മോതിരം ചേർച്ചയോടങ്ങണിയുന്നുണ്ട്. വടക്കൻ പാട്ട്. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? അതുൽ. പാഠം 8 ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കം. ചന്ദനക്കല്ലിന്റെ അരികെ ചെന്നു. ചന്ദന മുരസിക്കുറി വരച്ചു. കണ്ണാടി നോക്കി തിലകം തൊട്ടു. പീലിത്തിരുമുടി കെട്ടിവെച്ചു. അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി. കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി. കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്. മെയ്യാഭരണപ്പെട്ടി തുറന്നു വച്ചു. ഏഴു കടലോടി വന്ന പട്ട്. പച്ചോല പട്ടു ചുളിയും തീർത്തു. പൂക്കുല
തുടുക്കുന്നുണ്ട്. ഉം. പൊൻതോട പൊൻതോട. ഇട്ടു ഉം. പൊൻതോടയിട്ട് ചമയുന്നുണ്ട്. ഉം. കൊട്ടമ്പടി കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൻ വച്ച പൊന്നരഞ്ഞാൻ ഉം. മീതെ മീതെ അഴകിന്നു അഴകിനു പൂട്ടുന്നുണ്ട്. കൂട്ടുന്നുണ്ട്. ഉം. ഏഴു ചുറ്റുള്ളോരും പൊന്മാലയും ഉം. മുത്തു മുത്തു പതിച്ചുള്ള പതിപ്പിച്ചുള്ള മാലയല്ലോ. ഉം. കഴുത്തിലും തന്നെയും ഉം. തന്നെയും ചേർത്തണിഞ്ഞു ഉം. രാമായണം കൊത്തിവച്ചവള. വച്ച വള ഉം. എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്. ഉം. പൊന്മുടി ഉം. തന്നെയും ചൂടുന്നുണ്ട്. ഉം. കൈവീരക്കാരനും പൊന്മോതിരം. പൊന്മോതിരം ഉം. ചേർച്ചയോടങ്ങ് ചേർച്ചയോടങ്ങ് അണിയുന്നുണ്ട്. അണിയുന്നുണ്ട്. ഓക്കെ, എല്ലാവരും നല്ലതുപോലെ അത് വായിക്കണം കേട്ടോ. അതിലൊന്നും കാര്യമായിട്ടില്ല, അവരുടെ ഒരുക്കത്തിനെ കുറിച്ചാണ്. ഉണ്ണിയാർച്ചയുടെ 2-3 ക്വസ്റ്റ്യൻസ് ഉള്ളത് എങ്ങനെയാണ് ഉണ്ണിയാർച്ച അണിഞ്ഞൊരുങ്ങുന്നത് എന്നൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് നല്ലതുപോലെ ഇത് വായിക്കണേ. കുറെ പ്രാവശ്യം ആ പാഠഭാഗം വായിക്കേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. ബൈ മാം. റിഹാനെ, അത് ഇഷ്ടപ്പെട്ടോ? മിസ്